ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോകുന്ന ലുലുവിലെ ഓണച്ചന്തയിലെ വിശേഷങ്ങളിലൂടെയാണ്. ഓണച്ചന്ത എന്ന് പറയുന്നതിനേക്കാട്ടിലും ഉചിതം ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നതാകും. തനിക്കൂട്ടൻ ചെന്ന ഉടനെ അവിടെ ഒരു ഓട്ടോറിക്ഷയൊക്കെ കിട്ടി, അതിലിരുന്ന് കളിയും തുടങ്ങി. കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. തനിക്കൂട്ടൻ അതിൽ എൻഗേജ് ആയ കാരണം എനിക്ക് പെട്ടെന്ന് നല്ല വെജിറ്റബിൾസൊക്കെ നല്ലപോലെ സെലക്ട് ചെയ്തു, നല്ലപോലെ നോക്കിയെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഉത്രാടപ്പാച്ചിലിനെ പറ്റി പറയുവാണെങ്കിൽ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ശരിക്കും ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമുക്ക് കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഉത്രാടച്ചന്ത, കാരണം തിരുവോണത്തിൻ്റെ തലേന്ന് വാങ്ങിക്കാൻ മറന്നുപോയ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഉത്രാടത്തിന് വേണ്ടി മാറ്റി കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ടാകും. അതൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഉത്രാട ചന്തയിലോട്ട് പോകാറുണ്ട്. ശരിക്കും തിരക്കും ആൾക്കൂട്ടവും ബഹളം, ശരിക്കും ഒരു ഹാപ്പിനെസ്സാണ് നമുക്കതിനെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നെ ലുലുവിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ഫ്ലവേഴ്സും സ്പോയിലാവാൻ തുടങ്ങിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി എല്ലാ ആൾക്കാരും ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു, പൂക്കളം ഒരുക്കാനും ഡെക്കറേഷനും എല്ലാത്തിനും വേണ്ടി. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിൽ നല്ലപോലെ പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചേന, കാച്ചിൽ, ചേമ്പ്, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക എല്ലാം. പിന്നെ വാഴയില തന്നെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ കെട്ട് വാഴയില ഉണ്ടായിരുന്നു. പിന്നെ അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും കിറ്റുകൾ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഓണം കിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വേറൊരു കവറിൽ എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡിങ് വാഴയില വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റേണിൻ്റെ തന്നെ ഒരു ഓണം കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ ഈസ്റ്റേൺ പ്രോഡക്ട്സ് മാത്രം, അവിടെ ഓഫേഴ്സും ഉണ്ടായിരുന്നു. ബൈ 3 and get 2 ഫ്രീ, അതേപോലെ ബൈ 2 and get 1 ഫ്രീ. അവരുടെ എല്ലാ പ്രോഡക്ട്സും, മസാലാസ്, പായസം, അതേപോലെ എല്ലാ ഐറ്റംസും. പിന്നെ ഓപ്പോസിറ്റ് ഒരു മാവേലിയുടെ ഒരു സ്റ്റാച്ചും, അവിടെ കുറേ ചിപ്സ്, ശർക്കര ഇരട്ടി, അങ്ങനെ കുറേ ഐറ്റംസ്. തനിക്കൂട്ട് മാവേലി കണ്ടപ്പോൾ വളരെ ഹാപ്പിയായി. അതിനിടയിൽ കൂടെ തനിക്കൂട്ട് ഒരു ചോക്ലേറ്റ് പാക്കറ്റും എടുത്തു. അങ്ങനെ നമ്മളുടെ ഷോപ്പിംഗ് വളരെ കുറേ കംപ്ലീറ്റഡ് ആയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.